എന്താ ഒരു പാട്ടൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ തീരെ സൗണ്ട് ഇല്ലല്ലോ. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇയർഫോണും ഇല്ല, അതിൻ്റെ സ്പീക്കറാണെങ്കിൽ ചത്തും ചെയ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കും വന്നിട്ടുണ്ടാകാം, വന്നില്ലെങ്കിൽ ഇനി വന്നോളും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അതായത് നമ്മളൊരു പാർട്ടിയിൽ പങ്കെടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പോലെയുള്ള സംഭവങ്ങളില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അടുത്ത് കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ എല്ലാ ഫോണുകളും ഉപയോഗിച്ച് നമുക്ക് ആ ഫോണുകളെല്ലാം ചേർത്ത് ഒരു മ്യൂസിക് വളരെ വലിയ ശബ്ദത്തിൽ പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. അതായത് 3 ഫോണുകളിലും ഒരു മ്യൂസിക് ആയിരിക്കും പ്ലേ ചെയ്യുക. അപ്പോൾ ആ മ്യൂസിക് ഒരേ ടൈമിൽ തന്നെ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. ഇങ്ങനെ സിങ്ക് ചെയ്ത് ഒരേ ടൈമിൽ പ്ലേ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫോണുകളിൽ നിന്നും ഒരേ സമയത്ത് ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അത് എല്ലാ ഫോണുകളുടെയും ഒച്ച വലുതായി ഒരു സ്പീക്കറിൻ്റെ, അതായത് ഏകദേശം ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒക്കെ അത്ര, ചിലപ്പോൾ അതിലേറെ ശബ്ദത്തിൽ നമുക്ക് ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. അതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ലിങ്കിൽ നിന്നും മലയാളം ടെക്കീസ് എന്ന ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വളരെ നന്നായി DIY വീഡിയോസ്, അതായത് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ഉണ്ടാക്കുന്ന ഒരു ചാനലാണ് മലയാളം ടെക്കീസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് മിനിമം 2 ഫോണുകൾ ആവശ്യമാണ്. ആ 2 ഫോണുകളിലും നെറ്റ്വർക്ക് ഓൺ ആണോ എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം 2 ഫോണുകളിലും ഈ ആപ്പ് ഓപ്പൺ ആക്കുക. അതിലൊരു ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഒരു താഴത്തുള്ള ഒരു മഞ്ഞ കളറിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പാട്ട് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മറ്റേ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കാണാം. നമ്മൾ മറ്റേ ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടുള്ള ആ നെയിമിൽ, അതായത് ഞാൻ എൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, എൻ്റെ പേര് ഷൗൽ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷൗൽ ഈസ് ലൈവ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവിടെ എഴുതി കാണിക്കുന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മറ്റേ ഫോണിൽ നിന്ന് ഒരു പാട്ട് പ്ലേ ചെയ്യുക. ആ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ 2 ഫോണുകളിൽ നിന്നും ഒരേ ടൈമിൽ പാട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ 2 ഫോണുകളിലെയും സൗണ്ട് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ വലിയൊരു സൗണ്ട് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസ് ദ മ്യൂസിക് ഇൻ സിങ്ക് എന്നൊരു ചോദ്യം ചോദിക്കും. അത് നമ്മുടെ മ്യൂസിക് 2 ഫോണുകളിൽ നിന്നും ഒരേ ടൈമിലാണ് സോങ് വരുന്നതെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം ആ പ്ലസും മൈനസും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സിങ്ക് ആക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഈ 2 മ്യൂസിക്കുകളും സിങ്ക് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഫോണോ അല്ല 3ഓ 4ഓ ഫോണുകളൊക്കെ നമുക്ക് വെച്ചിങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.